പ്രിയപ്പെട്ടവരെ, മെനങ്ങാന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ചികിത്സ കിട്ടാതെ ഈ കാണുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മരണപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പട്ടി ഷോയൊക്കെ കാണിച്ചിട്ട് പോണുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും വക്താവല്ല, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാം കണക്ക് തന്നെ. ഒരു വിഷയം നടക്കുമ്പോൾ വന്നത് പട്ടി ഷോ കാണിക്കും, മറ്റേ ലാത്തി ചാർജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഷോ. നാളെ രാവിലെ തൊട്ട് ഇവരാരും കണ്ടില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ പട്ടിണി നടക്കുന്നതും പരിവട്ടം നടക്കുന്നതൊക്കെ ആ മരിച്ചു പോയതിന്റെ വീടില്ലേ അവനാണ് നഷ്ടം, അല്ലാതെ വേറെ ആർക്കും ഇവിടെ നഷ്ടമില്ല. മുതലക്കണ്ണീര് കാണിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഇനിയിപ്പോ ഇലക്ഷനും കൂടെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒരു ആഘോഷമാക്കി എടുക്കും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ MLA-ക്കോ MP-ക്കോ നട്ടലില്ലാത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതുപോലത്തെ ഹോസ്പിറ്റലുകൾ. ഇത് പാവപ്പെട്ടവന്റെ ഹോസ്പിറ്റലാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു 2 വർഷത്തേക്ക് മുമ്പ് എന്റെ കാലിൽ ഒരു പട്ടി കടിച്ചു. ആ പട്ടി കടിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞത്, ജനറൽ ഹോസ്പിറ്റലിൽ പോകാൻ. ജനറൽ ഹോസ്പിറ്റലിൽ പോകാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് റെഫറൻസിന്റെ ആവശ്യമില്ല, നേരെ അങ്ങ് പോയാൽ മതി. ഇനിയിപ്പോ നമ്മൾ ആ പട്ടി അടിച്ചു വന്നു കഴിഞ്ഞാൽ മേനകാ ഗാന്ധി വരും തൂക്കിക്കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട MLA ആയാലും MP ആയാലും നിങ്ങളൊക്കെ ഇവിടെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, അല്ലാതെ ഇതുപോലെ ആൾക്കാരെ കൊല്ലിക്കാനല്ല. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാര് നല്ലതാണ് ചീത്ത അതൊന്നും നമ്മളെ വിഷയമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ കിട്ടുന്ന മരുന്ന് എന്ന് പറഞ്ഞത് പാരസെറ്റമോൾ, വേറെ ഒരു മരുന്നും ഇവിടെ ഇല്ല. ഇത് സാധാരണക്കാരന്റെ അവസ്ഥയാണ്. പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവരെ, മറ്റേ വീണ ജോർജൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയും മറ്റേ ആരോഗ്യ കേരളം ഭയങ്കര സംഭവമാണെന്ന്. എന്നിട്ട് വലിയ വലിയ ആൾക്കാർ പോണത് പുറത്ത് രാജ്യങ്ങളിലും അല്ലെങ്കിൽ അതർ സ്റ്റേറ്റുകളിലും. അപ്പൊ പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പോയവന്റെ കുടുംബത്തിന് പോയി, അല്ലാതെ ഒരു പാർട്ടിക്കാർക്കോ ഒരാൾക്കോ ഇവിടെ ഒരു നഷ്ടം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിങ്ങളൊക്കെ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. വേറെ ഒന്നിനുമല്ല, ഇനിയിപ്പോ ഇലക്ഷന് വേണ്ടിയിട്ട് വരണ സമയത്ത് വിളപ്പിശാലക്കാർ പ്രത്യേകിച്ച് ഓർമ്മിച്ചോ, വോട്ട് കൊടുക്കാൻ നേരത്ത് ഇവിടെ 10 വർഷവും 15 വർഷവും ഇരുന്ന MP MLA-മാരൊക്കെയാണ്. ഈ വേട്ടോളയന്മാരൊന്നും വെറുതെ ജയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ വരും. ഇലക്ഷൻ വരുമ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാര്യത്തിൽ ഇടപെടണവനെ വേണ്ടി മാത്രം. അതിപ്പോ ആരായാലും XOR എല്ലാ പാർട്ടിക്കാരന്മാരും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ബ്ലഡ് കുടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്, അല്ലാതെ ആരെയും സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. സഹായിക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിൽ ഇന്നലെ ഈ മരണം ഇവിടെ നടക്കൂലായിരുന്നു. ഇന്നലെ ഈ മരണം ഇവിടെ നടന്നതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ MLA ആയിക്കോട്ടെ MP ആയിക്കോട്ടെ ഇവനൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ MP-യെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഈ 5 വർഷം കൊണ്ട് ഇവിടുത്തെ MP-യെ കണ്ടിട്ടില്ല. MP-യുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഞാനാണ്, എന്റെ നല്ല സുഹൃത്താണ്. എന്നാലും പറയണം, MP നിങ്ങളിവിടെ വന്നിട്ടില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ വീണ്ടും വരും ഇതുപോലെ ഇലക്ഷൻ നയിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ MLA-ക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ടത്. എന്റെ നമുക്കൊരു കാര്യം എപ്പോഴും വിളിച്ച് പറയാം, അന്നാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളെ ചെറുക്കൻ ഇന്നലെ മരിച്ചത്. അപ്പൊ ഇനിയെങ്കിലും ഇതുപോലെ പരിപാടികളുമായിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെള്ളയിട്ടുകൊണ്ട് ഇറങ്ങരുത്. നാട്ടുകാർ ഇനി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പോയവന്റെ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ ഇവിടുത്തെ സർക്കാരിന്റെ അടുത്ത് ആ പോയവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു തൂപ്പ് ജോലിയെങ്കിലും ഈ ആശുപത്രിയിലെങ്കിലും കൊടുക്കണം. കാരണം ആ പിള്ളേരെ വളർത്തണം. അല്ലാതെ ഈ പറയുമ്പോൾ 25,000 50,000 രൂപ ഇപ്പൊ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അല്ലെങ്കിൽ വീണ ജോർജ് ചേച്ചി നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ പാവത്തിന് ഒരു ജോലി, ഒരു തൂപ്പ് ജോലിയെങ്കിലും എവിടെയെങ്കിലും കൊടുത്ത് ആ പിള്ളേരെ എവിടെയെങ്കിലും സേഫ് ആക്കാനുള്ള ഒരു പരിപാടി നോക്കണം. മരിച്ച ആ ഒരു കുടുംബത്തിന് അനാഥരാക്കിയത് ഇവരാണ്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ശമ്പളത്തിന്റെ പകുതി പൈസ വാങ്ങിച്ച് ആ കുടുംബം നോക്കാനുള്ള പൈസ അവരുടെ അക്കൗണ്ടിൽ അതാത് മാസം ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്താലേ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പഠിക്കുള്ളൂ. പിന്നെ ഈ മക്കളുടെ 2 വിദ്യാഭ്യാസം ഇതൊക്കെ ഇവിടുത്തെ ഡോക്ടറും നഴ്സുമാരും ഒക്കെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യ സുരക്ഷാ ഓഫീസർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെയൊക്കെ നട്ടലുള്ള MP MLA മന്ത്രിമാർ അങ്ങനെയൊക്കെ വരണം. എന്നാലേ ഈ നമ്മുടെ നാട് നന്നാവൂ. നിങ്ങൾ ഇന്ന് വൈകുന്നേരം എന്തായാലും 5 മണിക്ക് ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു വാർത്താ സമ്മേളനം, പത്രസമ്മേളനം എന്നൊക്കെ പറഞ്ഞ് വരും. ഈ സ്ഥിരം ഉടായ്പ് പരിപാടി ഞങ്ങളെ നാട്ടിൽ നടക്കൂല. ഇതൊക്കെ ഇവിടെ രാഷ്ട്രീയക്കാരന്മാർ എല്ലാവരും കണക്ക് തന്നെ, BJP കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാവരും ആൾക്കാരെ പറ്റിക്കുന്ന സ്ഥിരം പരിപാടിയുണ്ട്. ഈ പരിപാടിക്ക് ഒരു മാറ്റം വരണം. പറഞ്ഞു തന്നെ ചെയ്യണം. ഇത് നമ്മളെ അണ്ണനാണ്, വേറെ ആരുമല്ല, നമ്മളെ ഉണ്ണിയണ്ണനാണ്. BJP-യിലെ ഒരു വലിയ നേതാവൊക്കെയാണ്. പക്ഷെ എന്നാലും ആര് നിന്നാലും നമ്മൾ പറയാനുള്ളത് പറയണം. കാരണം ഇതൊക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, പാവപ്പെട്ടവന് വേണ്ടി. അവന്റെ കുടുംബത്തിലെ ഒരാളാണ് നഷ്ടപ്പെട്ടത്, അല്ലാതെ ഉള്ളവന്റെ ആയാലും ഇല്ലാത്തവന്റെ ആയാലും ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലുള്ള കട്ടയ്ക്ക് ഓരോ നിയമങ്ങളൊക്കെ വരട്ടെ. അങ്ങനെയൊക്കെ വന്നാലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും.